ഫിലോസഫിയിൽ നിന്നും ഫിസിയോളജിയിൽ നിന്നും കടമെടുത്ത കുറച്ച് കൺസെപ്റ്റുകളുമായി രൂപം കൊണ്ട സൈക്കോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ്റെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് ഒട്ടും സ്മൂത്തായിരുന്നില്ല. എന്ത് പഠിക്കണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ യാതൊരു രീതിയിലുള്ള ഐഡിയയുമില്ലാതെ ഒട്ടേറെ കൺഫ്യൂഷൻസും ഡിലേമകളും നിറഞ്ഞിരുന്ന ഒരു കാലത്തിൽ നിന്നും 1879 സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു പരിവേഷം ചാർത്തപ്പെട്ട് പിന്നീട് വിവിധ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്യുകയും വിവിധങ്ങളായിട്ടുള്ള ക്രിറ്റിസിസങ്ങളിലൂടെയും കോൺട്രിബ്യൂഷൻസിലൂടെയും വളർന്നു വന്ന സൈക്കോളജി ഇപ്പോൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 50-ലധികം ഫീൽഡുകൾ ഉള്ള ബ്രാഞ്ചുകളുള്ള ഒരു ഡിസിപ്ലിനായി പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. പിന്നീട് കാലം പുരോഗമിച്ചപ്പോൾ, ടെക്നോളജി വളർന്നു വന്നപ്പോൾ സൊസൈറ്റിയുടെ ഫങ്ഷനിങ് ലെവലിനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ വളരെ സങ്കീർണമായ ജീവിതത്തിൽ ഈ ബിഹേവിയർ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നിസ്സാരമല്ല എന്ന് മനസ്സിലാക്കുകയും ഈ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് ഒട്ടേറെ സബ് ഫീൽഡ്സ് ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒട്ടുമിക്ക ബ്രാഞ്ചുകളും സൈക്കോളജിയിൽ ഡെവലപ്പ് ചെയ്തത്. അപ്രകാരം ഡെവലപ്പ് ചെയ്ത ചില ബ്രാഞ്ചുകളെക്കുറിച്ച്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ബ്രാഞ്ചുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബ്രാഞ്ചാണ് ക്ലിനിക്കൽ സൈക്കോളജി. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ വാക്കിൽ മെൻ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചുള്ള പഠനം എന്ന് നമുക്ക് പറയാനായിട്ടൊക്കും. ഈ ക്ലിനിക്കൽ സൈക്കോളജി എന്ന ബ്രാഞ്ചിൽ വിവിധ രീതിയിലുള്ള മാനസിക രോഗങ്ങളുടെ ഡയഗ്നോസിസ്, അതിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള ചികിത്സകൾ, ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്നത്. മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇഷ്യൂസ്, അഡ്ജസ്റ്റ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കരിയർ ചോയ്സ്, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരു എക്സ്പേർട്ട് ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫീൽഡാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഓരോരോ പ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ ജീവിതത്തിലെ വിവിധ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനനുസരിച്ച് മാറി വരുന്ന ഇൻഡിവിജ്വൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കോഗ്നിറ്റീവ് പ്രോപ്പർട്ടീസ്, ഇമോഷണൽ പ്രോപ്പർട്ടീസ്, പേഴ്സണാലിറ്റി, സോഷ്യൽ ഫങ്ഷനിങ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ്. ഒരു സ്കൂൾ സെറ്റിങ്സിലുള്ള ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും ക്ലാസ് റൂം ബിഹേവിയർ, എഫക്റ്റീവ് ഇൻട്രാക്ഷൻ വിത്ത് ടീച്ചേഴ്സ്, ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഫീൽഡാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസായ മെമ്മറി, തിങ്കിങ്, റീസണിങ്, ലാംഗ്വേജ്, ഡിസിഷൻ മേക്കിംഗ് മുതലായ ഏരിയാസിനെ കുറിച്ചുള്ള പഠനമാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഉൾപ്പെടുന്നത്. ഇൻഡസ്ട്രിയൽ ഓർ ഓർഗനൈസേഷണൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചും സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്നതാണ്. വ്യവസായവൽക്കരണത്തിന് ശേഷം വർക്കേഴ്സിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൽപ്പിക്കപ്പെടുകയുണ്ടായി. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വർക്കേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ്, മോട്ടിവേഷൻ, അവരുടെ പെർഫോമൻസ് അപ്രൈസൽ, ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യുന്ന സൈക്കോളജിയുടെ സബ് ഫീൽഡാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോഷ്യൽ സൈക്കോളജി, ഒരു സൊസൈറ്റിയിലായിരിക്കുമ്പോഴത്തേക്ക് മനുഷ്യരുടെ ബിഹേവിയറിലുള്ള ചേഞ്ച് എത്രമാത്രമുണ്ട്, ഏത് രീതിയിൽ അവൻ ബിഹേവ് ചെയ്യുന്നു, ഒരു സൊസൈറ്റി ഒരു മനുഷ്യൻ്റെ ബിഹേവിയറിനെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇതിനെയൊക്കെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യൽ സൈക്കോളജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീൽഡാണ് പോസിറ്റീവ് സൈക്കോളജി. മനുഷ്യൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകളെക്കുറിച്ചാണ് പോസിറ്റീവ് സൈക്കോളജി പറയുന്നത്. ഇൻഡിവിജ്വൽസിൻ്റെ സ്ട്രെങ്തിനെക്കുറിച്ചും അതുപോലെ തന്നെ അവരിലെ നന്മകളെക്കുറിച്ചും
ഒക്കെയാണ് ഈ ഒരു പോസിറ്റീവ് സൈക്കോളജി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ പോസിറ്റിവിറ്റി എങ്ങനെ ബെറ്ററായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ വെൽബീയിങ്ങിൽ എങ്ങനെ ഉപകാരപ്പെടുത്താം ഒക്കും എന്നുള്ള കാര്യമാണ് പോസിറ്റീവ് സൈക്കോളജി നോക്കുന്നത്. ഈ പറഞ്ഞവയാണ് സൈക്കോളജിയുടെ ബ്രാഞ്ചസിൽ ചിലത്. ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിനെ കുറിച്ച് സ്പെസിഫിക്കായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഇടുക. ഞങ്ങളോട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.